ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കിഡിലെ റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൈസ് ബസ്മതി റൈസാണ്. അപ്പോൾ ബസ്മതി റൈസ് എന്ന് പറയുന്നത് വൈറ്റ് കളറും ഉണ്ട് ഈ ഗോൾഡൻ കളർ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് നന്നായി തോന്നുന്നത് ഗോൾഡൻ കളറാണ്, മന്തിക്കായാലും ഇതിനൊക്കെ. അപ്പോൾ ഞാനിതാ ഈ ഒരു അരി ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അരിയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ എന്ന് വെച്ചാൽ ഞാനിത് മുഴുവനായിട്ട് ഫ്രൈഡ് റൈസ് ആക്കുന്നില്ല, കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുട്ടിക്ക് ലഞ്ച് കൊടുക്കാനൊക്കെ പെട്ടെന്ന് വേഗം അരി വെന്ത് ഉണ്ടാവുമല്ലോ, വേവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാനിതാ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതായത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അരി കഴുകിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വേവിച്ചെടുക്കരുത്. അരിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു 90% പോലെ വേവിച്ചാൽ മതിയേ. അപ്പോൾ അരി ഒരുപാട് വേവാൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു 3/4 വേവോളം വേവിച്ചിട്ടായിരിക്കണേ ഫ്രൈഡ് റൈസിൻ്റെ അരി. അപ്പോൾ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ എന്താ പറയുക, റൈസ് കോന പോലാകും. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂലേ. അപ്പോൾ റൈസിൻ്റെ വേവിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കുക്കാൻ വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയാനേ, അതിൻ്റെ ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ മുട്ടയാണ്. മുട്ട നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഒരു മുട്ട പൊളിച്ചേർത്ത് അതിൽ 2 മഞ്ഞക്കുരു ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു അതിശയം പോലെ തോന്നിപ്പോയി. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പ് പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. മുട്ട എന്നിട്ടതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ മുട്ട വളരെ കുറവെടുക്കരുത്. മുട്ടൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എത്രയാണ് നിങ്ങൾക്ക് അരിയുള്ളത് അതിനനുസരിച്ച് 5 മുട്ട 4 മുട്ട ആ ഒരു ലെവലിലെടുക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ചെറുതായിട്ട് സവാള. അപ്പോൾ ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളൂ, അത്രേ വേണ്ടു. പിന്നെ സ്പ്രിംഗ് ഓനിയൻ അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ എന്തായാലും സ്പ്രിംഗ് ഓനിയൻ ഇടണം. ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ബീട്രൂട്ടൊന്നും ഇടരുത്. ക്യാരറ്റും ഇതുപോലെ ക്യാപ്സിക്കോ പിന്നെ ഈ മറ്റേതില്ല ഗ്രീൻ പീസ് കടല അതൊക്കെ ചേർക്കുക. ഇനിയിപ്പോൾ ഇത് വീട്ടിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യണേ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വെന്തുടയരുതേ. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇതൊന്നും ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഫ്രൈഡ് റൈസ് ആണല്ലോ, അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി മൂടി വെച്ചിട്ട്. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ കുറച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റെസിപ്പി വീഡിയോസൊക്കെ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണും. എന്നാലാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുക. എൻ്റെ ചാനലിൽ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മറ്റൊരു തരത്തിലാണ്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ. പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. എല്ലാം ശ്രമിക്കണം. എല്ലാ ഫുഡിൻ്റെ ആയാലും മറ്റെന്ത് കാര്യമായാലും ശ്രമിച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിതായ മുട്ട വറുത്ത് വെച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ, അതായത് ബോൺലെസ് ചിക്കൻ, എല്ലില്ലാത്ത പീസില്ലേ, അതൊന്ന് ചെറുതായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊരിക്കുമ്പോൾ എന്ന് വെച്ചാൽ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് പൊടിയിൽ ഇട്ടിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലിട്ടിട്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് സോയ സോസാണ്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സോയ സോസ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പുണ്ടാവും സോയ സോസിന്. അപ്പോൾ നിങ്ങൾ പൊതുവേ ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പ് കുറയ്ക്കേണ്ടതാണ്. പിന്നെ ഉപ്പ് കൂടുതലായി പോകും. പിന്നെ ഞാൻ ഓയിസ്റ്റർ സോസ് ഒഴിക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. പിന്നെ അതിന് ശേഷം ഞാൻ ടൊമാറ്റോ സോസ് കൊടുക്കുന്നുണ്ട്, ചില്ലി സോസ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിന് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം എന്താ പറയുക, റൈസ് വേവിച്ച് ഊറ്റി വെക്കണേ. ഊറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനൊന്ന് എന്താ പറയുക സെപ്പറേറ്റ് ആയ രീതിയിൽ, അത് അല്ലാതെ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കുന്ന പോലെ ആവും. അതുകൊണ്ടാണ് പറയുന്നത്. മെയിനായിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ റൈസ് ആദ്യം വേവിച്ച് വെച്ചിട്ട് അതൊന്ന് ചൂട് തണിയാൻ വെക്കണേ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കണ്ടില്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച പോലെ ആയിക്കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റൊക്കെ മാറിക്കിട്ടുമേ. അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. വെജിറ്റബിൾസും മുട്ടയും ചിക്കനും ഒക്കെ ആയിട്ട്
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ സ്ഥിരം കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. പിന്നെ മുന്നത്തെ വീഡിയോയിലൊക്കെ അൽഫാം മന്തിയോ സാദാ ചിക്കൻ മന്തിയോ പെരി പെരി റൈസോ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫുഡിൻ്റെ റെസിപ്പിയാണോ വേണ്ടത് അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാ ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ഫുഡിൻ്റെ റെസിപ്പി എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നല്ലൊരു വീഡിയോയുമായി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരും. ബായ്.